വി.കെ. ശ്രീകണ്ഠൻ എം.പി സംസാരിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഇലക്ഷൻ കമ്മീഷനും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഇതുപോലെ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണെന്ന് സാധാരണക്കാരായ ജനങ്ങൾ അറിയണം. കാരണം ഇദ്ദേഹം KM ഹരിദാസ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തത് പട്ടാമ്പിയിലെ കൊപ്പം പഞ്ചായത്തിലെ അദ്ദേഹത്തിൻ്റെ സ്വവസതിയിലാണ്. അവിടെ ഉള്ള കുടുംബാംഗങ്ങളുടെ ഒപ്പമാണ് അയാളുടെ വോട്ടുണ്ടായിരുന്നത്. ആ ബൂത്തിലാണ്, ആ പോളിംഗ് ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. ഇപ്പോൾ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൻ്റെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇദ്ദേഹം ഇവിടെ പുതിയതായിട്ട് വോട്ട് ചേർത്തിരിക്കുന്നു. അപ്പം ഞാൻ ആദ്യം കരുതിയത് ഇദ്ദേഹം വോട്ട് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തതായിരിക്കും ഏതെങ്കിലും വീട്ടിലേക്ക്. നോക്കുമ്പോൾ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. നിങ്ങൾക്കറിയാം, ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പണി തീർന്നുള്ളൂ. അതിനുമുമ്പ് ഓഫീസ് പോലും അവിടെ പ്രവർത്തിച്ചിരുന്നില്ല, കെട്ടിടം കൺസ്ട്രക്ഷനിൽ ഇരിക്കുകയായിരുന്നു. ഇനി അതെല്ലാം ശരി വെച്ചാൽ ഇദ്ദേഹം പട്ടാമ്പിത്തെ വോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണോ എന്ന് പരിശോധിച്ചപ്പോൾ പട്ടാമ്പിയിലെ വോട്ടും ലൈവാണ്, പാലക്കാട്ടെ വോട്ടും ലൈവാണ്. എല്ലാവർക്കും ഒരു വോട്ടാണ് ഇന്ത്യയിൽ പാടുള്ളൂ. 2 ID കാർഡ് സ്വന്തമാക്കുന്നത് തന്നെ ഗുരുതരമായ കുറ്റകൃത്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അത് ചട്ടം 31 പ്രകാരം ഇവിടെ 2 ID കാർഡ് വെച്ച ആളെ പോലീസിന് അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കി കഴിഞ്ഞാൽ 1 വർഷം കഠിന തടവ് കിട്ടാനുള്ള ശിക്ഷയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്. ഇനി അതൊന്നും മായ്ക്കാൻ കഴിയില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലും ഇദ്ദേഹത്തിൻ്റെ 2 സ്ഥലത്തും വോട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 ID കാർഡുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനല്ല ഇതിൻ്റെ ഉത്തരവാദി, ഇലക്ഷൻ കമ്മീഷനാണെന്ന് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു. ഇതുപോലൊരു പമ്പര വിഡ്ഢിത്തം വേറെ ആരും പറയാനില്ല. കാരണം അദ്ദേഹം ഷിഫ്റ്റ് ചെയ്യാനാണ് വെച്ചാൽ 8-ാം നമ്പർ ഫോമിലാണ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹം അപേക്ഷ കൊടുത്തിരിക്കുന്നത് 6-ാം നമ്പർ ഫോമിലാണ്. അതായത് പുതിയ വോട്ട് ചേർക്കാനാണ്. പുതിയ വോട്ട് ചേർക്കുമ്പോൾ അതിലൊരു ചില മാനദണ്ഡങ്ങളുണ്ട്. 1, ആ സ്ഥലത്ത് 6 മാസമായിട്ട് താമസിച്ചിരിക്കണം, താമസ രേഖ കൊടുക്കണം. 2, അതിലൊരു സത്യവാങ്മൂലം പറയുന്നുണ്ട്, എനിക്ക് ഇന്ത്യയിൽ എവിടെയും ഇതുവരെയും വോട്ടില്ല, സമ്മതിദാനാവകാശം ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ശാസിക്കുന്ന അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമപ്രകാരമുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും വിവരമുള്ള ഒരാൾ, അങ്ങനെയാണ് നമ്മൾ കരുതുന്നത്. BJPയുടെ ഒരു ജില്ലാ പ്രസിഡന്റ് ആകുമ്പോൾ ആരും ഒന്നും അറിയാത്തൊരു ഒരാളല്ലല്ലോ. അദ്ദേഹം ഇത് ഒപ്പിട്ട് കൊടുത്ത് 6-ാം നമ്പർ ഫോം ഒപ്പിട്ട് കൊടുത്താണ് ഇവിടെ വോട്ട് നേടിയിരിക്കുന്നത്. അതിന് ഹാജരാക്കിയ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് അനുമതി കൊടുത്ത ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇലക്ടറൽ ഓഫീസറാണ് ഫൈനലായിട്ട് അന്തിമമായിട്ട് ഇതിന് അനുമതി കൊടുക്കേണ്ടത്. ആ ഇലക്ടറൽ ഓഫീസർ ഉൾപ്പെടെ, ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ, ഈ ബൂത്തിലെ BLO ഉൾപ്പെടെ മറുപടി പറയേണ്ട കാര്യമാണ് ഈ സാധനം. നിയമപരമായ നടപടിക്കാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ 31 ആക്ട് പ്രകാരം ഇയാൾക്കെതിരെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് നടപടി എടുക്കേണ്ടതാണ്. ഇതുവരെയും അത് ചെയ്തിട്ടില്ല. അപ്പോൾ BJP ഭരിക്കുന്ന നഗരസഭ, കേരളം ഭരിക്കുന്ന CPM, ഇവരെല്ലാവരും കൂടി ഒരുപാട് വ്യാജ വോട്ട് കച്ചവടം നടത്തിയതിൻ്റെ ഒരു പ്രതിരൂപമാണ് KM ഹരിദാസിൻ്റെ വോട്ട്. ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് നിയമപരമായിട്ടുള്ള നടപടിയാണ്. MP രാജേഷ് പറഞ്ഞ പോലെ വഴി തടയും എന്ന് പറഞ്ഞു. പൊടി പോലും അവരെ അവിടെ കാണാനില്ല. തടയുമെന്ന് അറിയില്ല. പക്ഷേ നിയമപരമായിട്ടുള്ള വ്യവസ്ഥ എന്താണ്? ഞങ്ങൾക്ക് പോളിംഗ് ഏജൻ്റ് ഉണ്ട് ബൂത്തിൻ്റെ അകത്ത്. ആ പോളിംഗ് ഏജൻറ്റ് ഇതിൽ ഒബ്ജക്ഷൻ ഉന്നയിക്കും, അത് ചാലഞ്ച് ചെയ്യും. ഇതാണ് ഞങ്ങൾക്ക് നിയമപരമായിട്ട് ചെയ്യാനുള്ള കാര്യം. നിയമ നടപടികളുമായി ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകും. ഇലക്ഷൻ കേസാക്കാനും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. വി.കെ. ശ്രീകണ്ഠൻ MP സംസാരിക്കുകയായിരുന്നു. BJPയുടെ ജില്ലാ അധ്യക്ഷന് ഇരട്ട വോട്ടുണ്ട്. അദ്ദേഹം അവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നത് സുൽത്താൻപേട്ടയിലെ LP സ്കൂളിലാണ്. മറ്റൊരിടത്താണ് അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നത്. ഇവിടേക്കും വോട്ട് മാറ്റുകയല്ല, അധികമായി ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിയമവിരുദ്ധമാണ് എന്നാണ് ഇപ്പോൾ വി.കെ. ശ്രീകണ്ഠൻ MP പ്രതികരിച്ചിരിക്കുന്നത്. തനേഷ് തമ്പി വിവരങ്ങളുമായി ചേർന്നുണ്ട്. തനേഷ്, ഈ നിയമപരമായ വഴിയിലൂടെ പോകുമെന്നാണോ അതോ തടയുമെന്നാണോ BJP ജില്ലാ അധ്യക്ഷൻ വോട്ട് ചെയ്യാൻ വന്നാൽ? ഉന്മേഷ്, രാവിലെ മുതൽ BJP ജില്ലാ അധ്യക്ഷനെ കാത്തു നിൽക്കുകയായിരുന്നു ഈ സുൽത്താൻപേട്ട ഗവൺമെൻറ് LP സ്കൂളിൽ നമ്മൾ. പക്ഷേ ഇതുവരെയും അദ്ദേഹം വന്നിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം വോട്ടെടുപ്പ് അല്ലെങ്കിൽ പോളിംഗ് അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ്, അതായത് ഒരു 5:45 ശേഷം അദ്ദേഹം ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് അറിയിക്കുന്നത്. മറ്റ് തിരക്കുകൾ, പ്രത്യേകിച്ചും മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനായി അദ്ദേഹം സഞ്ചരിക്കുകയാണ് എന്നുള്ളതാണ് ഔദ്യോഗികമായി BJP വിശദീകരിക്കുന്നത്. ഏതായാലും ഇത്രയും സമയം ഈ
ബൂത്തിന് മുൻപിൽ വലിയ ആളനക്കം ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രം വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു ബൂത്താണ്. അതുകൊണ്ട് തന്നെ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. ചുറ്റും പോലീസ് വലയം തീർത്തിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ഇത് നിയമവിരുദ്ധമായി ചേർത്ത വോട്ടാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നേരത്തെ പട്ടാമ്പി മണ്ഡലത്തിൽ വോട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം പട്ടാമ്പി മണ്ഡലത്തിലാണ് ഈ KM ഹരിദാസ് വോട്ട് ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ വോട്ട് ഈ സമീപകാലത്താണ് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പേരിൽ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് VK ശ്രീകണ്ഠൻ ആരോപിക്കുന്നത്. ഏതായാലും CPIM പറഞ്ഞതുപോലെ അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ അദ്ദേഹത്തെ വഴിയിൽ തടയുക എന്ന ഒരു രീതി തങ്ങൾ അനുവർത്തിക്കുന്നില്ല. അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നില്ല. മറിച്ച് നിയമപരമായ വഴിയിലൂടെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇവിടെ ഭരിക്കുന്ന ഈ നഗരസഭ ഭരിക്കുന്ന BJPയും സംസ്ഥാനം ഭരിക്കുന്ന LDFും കേന്ദ്രം ഭരിക്കുന്ന BJPയും ഒക്കെ ഈ ഒരു വോട്ട് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടികയിൽ പേര് വന്നതിന് ഉത്തരവാദികളാണ് എന്നുള്ളതാണ്. ഇത് വളരെ നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. കാരണം രണ്ട് ഐഡന്റിറ്റി കാർഡ് ഒരേ സമയം കൈവശം വെക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്. പക്ഷേ 2 ID കാർഡുകൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ പോലും അക്കാര്യം മനസ്സിലാകും. അത് നിയമവിരുദ്ധമാണ്. തനിക്ക് മറ്റെവിടെയും വോട്ടില്ല എന്നുള്ളത് സത്യവാങ്മൂലം എഴുതി കൊടുത്തിട്ടാണ് പുതിയ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കേണ്ടത്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല 6 മാസമെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കണം എന്നുണ്ട്. ഈ BJP ഓഫീസ് പണിതിട്ട് അത്ര സമയം പോലും ആയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ ഈ ഒരു പേര് അവിടെ ചേർക്കാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. എന്തായാലും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളനക്കങ്ങൾ ഇല്ലാതെ കിടന്ന ഒരു പ്രദേശമായിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം പോലീസ് കാര്യമായി തന്നെ എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ കൂടുതൽ സംഘടിച്ച് എത്തുന്നുമുണ്ട്. അല്പസമയത്തിനകം തന്നെ KM ഹരിദാസും എത്തും. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യക്ഷ പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും. തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. BJP ജില്ലാ അധ്യക്ഷൻ ഇരട്ട വോട്ടുണ്ട് എന്നാണ് UDFന്റെ ആരോപണം. അദ്ദേഹം അല്പസമയത്തിനകം അവിടെ വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് തനേഷ് തമ്പി അറിയിക്കുന്നത്.